ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ യുഎസിലെ ടാക്സ് റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇന്ത്യയിലെ പോലെ തന്നെ യുഎസിലും ഇൻകം ടാക്സ് റിട്ടേൺസ് നമ്മൾ ഇയർലി ഫയൽ ചെയ്യണം. ഓരോ വർഷവും ഏപ്രിൽ 15-നാണ് ഈ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡെഡ് ലൈൻ. അപ്പോൾ ഏപ്രിൽ 15-ന് മുമ്പായിട്ട് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ടാക്സ് ഇയർ എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. അതായത് ഇന്ത്യയിലെ പോലെയല്ല, ഏപ്രിൽ ടു മാർച്ച് അല്ല, ജനുവരി മുതൽ ഡിസംബർ വരെയാണ്. അപ്പോൾ ഈ ഡിസംബർ 31-ന് ശേഷം നമുക്ക് ഏപ്രിൽ 15 വരെ ആ മുമ്പത്തെ വർഷത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾഡ് ആണ്. ഇനി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് ഇന്ത്യയിലെ പോലെ തന്നെ ഇവിടെ IRS എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. IRS-ലാണ് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഫയൽ ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് IRS-ന്റെ വെബ്സൈറ്റിൽ കയറി സ്വന്തമായിട്ട് വേണമെങ്കിൽ ഫയൽ ചെയ്യാം, നമ്മുടെ ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ ഇന്ത്യയിൽ ഫയൽ ചെയ്യുന്നത് പോലെ. അല്ലെങ്കിൽ നമുക്ക് ടാക്സ് കൺസൾട്ടൻസീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ക്ലിയർ ടാക്സ് ഒക്കെ പോലെയുള്ള കൺസൾട്ടൻസീസ് ഇവിടെ ഉണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളത് ടർബോ ടാക്സ്, HNR ബ്ലോക്ക്, ടാക്സ് ആക്ട്, അങ്ങനെ പല പല കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ നാട്ടിലെ CA സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഇൻഡിവിജ്വൽ ടാക്സ് കൺസൾട്ടൻസും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഏതാണ് കൺവീനിയന്റ് എന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് അവർ വഴി ഫയൽ ചെയ്യും. ഇൻകത്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അതൊക്കെ ഇന്ത്യയിലെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്കിപ്പോൾ സാലറി വഴിയോ സ്റ്റോക്ക് മാർക്കറ്റ് വഴിയോ എങ്ങനെയുള്ള ഇൻകമാണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻകത്തിന്റെ ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഇൻകത്തിന് ഓരോ സ്റ്റേറ്റിനും ടാക്സ് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ സ്റ്റേറ്റ് വൈസ് ഇൻകം ടാക്സിന് വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മളെ ടാക്സ് ലാബിൽ വരുന്നതിനനുസരിച്ച് എല്ലാ സ്റ്റേറ്റിനും ഒരേപോലെയാണ് ടാക്സ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് ഇവിടെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ടെക്സസിലാണെങ്കിൽ ഇവിടെ ഫെഡറൽ ടാക്സ് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് ടാക്സ് ഇല്ല. ബാക്കി വല്ല സ്റ്റേറ്റുകളിലും ഫെഡറൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ടാക്സിന്റെ പെർസെന്റേജും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ കാലിഫോർണിയയിലെ പെർസെന്റേജ് ആയിരിക്കില്ല ടെക്സസിലുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിൽ അതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പ്രോസസ്സ് എല്ലായിടത്തും സെയിം തന്നെയാണ്. IRS-ലാണ് നമ്മൾ ടാക്സ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞ പോലെ ഏജൻസി വഴിയോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇവിടുത്തെ ടാക്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ടാക്സ് ഇയർ തുടങ്ങുന്ന സമയത്ത് തന്നെ W4 എന്ന് പറയുന്ന ഒരു ഫോം നമ്മൾ എംപ്ലോയേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. ഈ W4 ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടാക്സ് ഡിക്ലറേഷൻ ഇക്വലന്റ് ആണ്. നമ്മൾ ഒരു വർഷം ആദ്യം നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലറേഷൻ എംപ്ലോയേഴ്സിന് കൊടുക്കുന്ന പോലെ ഇവിടെ W4 വഴി നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതുപോലെ നമുക്ക് എത്ര ഡിപ്പെൻഡൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ആദ്യമേ ഡിക്ലെയർ ചെയ്തേക്കണം. അതിനനുസരിച്ചായിരിക്കും എംപ്ലോയേഴ്സ് നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സ് ഡിഡക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. TDS ഇക്വലന്റ് ആയിട്ട് നമ്മളെ ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. W4 ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമുക്കും നമ്മുടെ സ്പൗസിനും ഒരുമിച്ച് ടാക്സ് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് ടാക്സ് ഇൻഡിവിജ്വലി ഫയൽ ചെയ്യണോ അല്ലെങ്കിൽ ജോയിന്റ്ലി ഫയൽ ചെയ്യണോ എന്നുള്ളത് നമ്മൾ W4 ചൂസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള കാര്യവും ആ ടാക്സ് ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞിന് ഏകദേശം ഒരു $500 ഇവിടെ ഡിഡക്ഷൻ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ W4-ൽ നമ്മുടെ മോർട്ടേജസ്, അതായത് ഹൗസിംഗ് ലോൺ, അതുപോലുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ ഡിഡക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. എംപ്ലോയ്മെന്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻകം വരുന്നുണ്ടെങ്കിൽ അതും W4-ൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ W4-ൽ ആഡ് ചെയ്യുന്ന ഡേറ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് ടാക്സ് ഡിഡക്ഷൻ സംഭവിക്കുന്നത്. ഒരു ഇയറിലെ ഓരോ പേ ചെക്കിലും നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഡക്ട് ആയിക്കൊണ്ടിരിക്കും. 1 ഇയർ നമ്മൾ സാലറി ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഡിഡക്ട് ചെയ്തേക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ IRS-ന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കത് റീഫണ്ട് കിട്ടും. അതായത് വേറെ നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ റീഫണ്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ആണ് ഡിഡക്ട് ചെയ്തേക്കുന്നത്, കൂടുതൽ എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. അതൊക്കെ ഇന്ത്യയിലെ പോലെ തന്നെയാണ്. ഇനി ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ നമുക്ക് നാട്ടിൽ ഫോം 16 കിട്ടുന്നത് പോലെ ഇയർ എൻഡ് ആകുമ്പോൾ ഇവിടെ ഒരു W2 എന്ന് പറഞ്ഞൊരു ഫോമാണ് വരുന്നത്. അപ്പൊ ഈ W2 ഫോമിന്റെ അകത്താണ് നമ്മുടെ ഡിഡക്ഷനും, അതായത് നേരത്തെ നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്ട് ചെയ്ത ടാക്സ് എമൗണ്ടിന്റെ ഡീറ്റെയിൽസും, അതുപോലെ എത്രയാണ് നമ്മുടെ ഇൻകം, എന്തൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട്, മോർട്ടേജ്, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഫോം 16 ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഈ W2 എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നമ്മുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഫോം 16 ഡേറ്റ ഫില്ല് ചെയ്യുന്നത് പോലെ W2 ഫോം എന്നായിരിക്കും ഇവിടെ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി W2 ഫോം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് IRS-ന്റെ വെബ്സൈറ്റിൽ കയറി ഡയറക്റ്റ് ടാക്സ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻസി ത്രൂ ഫയൽ ചെയ്യാം. നമ്മൾ ഡയറക്റ്റ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെബ്സൈറ്റിൽ കറക്റ്റ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ഫില്ല് ചെയ്തെല്ലാം എടുക്കേണ്ടി വരും. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് കൺസൾട്ടൻസി ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടാക്സ് കൺസൾട്ടൻസി വഴിയായിരിക്കും. കൺസൾട്ടൻസി വഴിയാണ് ഫയൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ടൻസിക്ക് W2 ഫോമാണ് ഷെയർ ചെയ്യേണ്ടത്. അത് വെച്ചായിരിക്കും അവർ നമ്മുടെ ടാക്സ് റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നതും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ഡിപ്പെൻഡൻസിന്
എപ്പോഴും ഐടിൻ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടായിരിക്കണം. ഐടിൻ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ടാക്സ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റൂ. അത് ഞാൻ പറയുന്നത് നമ്മുടെ നോൺ ഇമിഗ്രന്റ് വിസയിൽ വരുന്ന എംപ്ലോയീസിന്റെ ടാക്സ് ഫയലിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ H1B L1 അതുപോലുള്ള വിസ ടൈപ്പിലുള്ളവർക്കും അതുപോലെ അവരുടെ ഡിപ്പെൻഡൻസിനും എങ്ങനെ ടാക്സ് ഫയൽ ചെയ്യാന്നുള്ളതാണ്. ഐടിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാൻ നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പറാണ്. നമ്മുടെ ഒരു ടാക്സ് പേയിങ് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. നമ്മുടെ ഡിപ്പെൻഡൻസിന് ഐടിൻ ഉണ്ടായിരിക്കണം. H1B പോലുള്ള പ്രൈമറി വിസ ഹോൾഡേഴ്സിന് SSN ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഐടിന്റെ ആവശ്യമില്ല. ഐടിനും നമുക്ക് IRSന്റെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഐടിന് ഒരു വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഈ ഐടിൻ വെരിഫൈ ചെയ്യുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഏജൻസ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ അവരെ പോയി കണ്ട് നമ്മുടെ പാസ്പോർട്ട് ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് ഡിപ്പെൻഡൻസിന്റെ പാസ്പോർട്ട്, വിസ ഇതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്ത് IRSനെ സെൻഡ് ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് ഐടിൻ പിന്നെ ഒരു 1-2 മാസത്തിനകത്ത്, കുറച്ച് സമയം എടുക്കും, 1-2 മാസത്തിനകത്ത് നമുക്ക് മെയിലായിട്ട് വരും, അതായത് പോസ്റ്റിൽ നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. പക്ഷേ ഈ പ്രോസസ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാക്സ് കൺസൾട്ടൻസീസ് ഉള്ളത്. അതായത് ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻസി വഴിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഐടിനും അതിന്റെ വെരിഫിക്കേഷനും എല്ലാം ആ കൺസൾട്ടൻസി തന്നെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൺസൾട്ടൻസി IRSന്റെ ഓതറൈസ്ഡ് ഐടിൻ വെരിഫയർ ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. HNR ബ്ലോക്ക് പോലെയൊക്കെയുള്ള ടാക്സ് കൺസൾട്ടൻസി വഴിയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡിപ്പെൻഡൻസിന്റെ ഐടിന്, നമ്മുടെ ടാക്സ് ഫയലിംഗ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളും. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതലൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവർക്ക് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് മാത്രം, അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ടാക്സ് ഫയൽ ചെയ്തതിന്റെ റെസിപ്റ്റ് നമുക്ക് തരും. അവരുടെ പേയ്മെന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതാണ് ഈ ടാക്സ് കൺസൾട്ടൻസി വഴി പോകുന്നത് കൊണ്ടുള്ള ഒരു എളുപ്പം. നമ്മളായിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സിനെല്ലാം നമ്മൾ കുറച്ച് തവണയായിട്ട് മെനക്കെടണം. അതാണ് അതിന്റെ ഒരു പ്രശ്നം. എന്റെ കേസിൽ ഞാൻ HNR ബ്ലോക്ക് വഴിയാണ് ഈ ടാക്സ് ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അവർ തന്നെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം എന്റെ നിന്ന് വാങ്ങിച്ചിട്ട് ടാക്സ് ഫയലിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു റെസിപ്റ്റ് എനിക്ക് തരികയാണ് ചെയ്തത്. കുഞ്ഞുങ്ങൾക്ക് ഐടിൻ എടുക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ IRS നമുക്കൊരു എക്സ്ട്രാ വെരിഫിക്കേഷൻ വരും. അതായത് കുഞ്ഞുങ്ങളുടെ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് കൂടി നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ കുഞ്ഞുങ്ങളെ വാക്സിനേഷൻ കൊണ്ടുപോകുന്ന ഏത് ഹോസ്പിറ്റലിലാണെന്ന് വെച്ചാൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മെഡിക്കൽ റെക്കോർഡ്സ് തരും. ഇതും കൂടി നമ്മൾ IRSന് കൊടുക്കേണ്ടി വരും. ഐടിൻ വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു തവണ ഈ ഓതറൈസ്ഡ് ഏജൻസിന്റെ മുന്നിൽ ചെല്ലണം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല, പാരന്റ്സ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതേസമയം 18 വയസ്സിന് മേളിലുള്ളവരാണെങ്കിൽ നേരിട്ട് ചെല്ലണം. അവരുടെ പ്രസൻസ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെന്റ് ഒക്കെ അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൺസൾട്ടൻസി വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഡോക്യുമെന്റ് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ആ കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ കുറവ് വരുന്നത് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ മോർട്ടേജ്, അങ്ങനെ പല കാര്യങ്ങളും ടാക്സബിൾ ഇൻകത്തിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, ഇവിടെ 401k എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സിലും അത് റിഫ്ലക്ട് ചെയ്യും. ടാക്സ് കുറവായിരിക്കും. ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ W2 ആഡ് ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്തെങ്കിലും ആഡ് ചെയ്യോ, അതുപോലെ മ്യൂച്വൽ ഫണ്ട് റിട്ടേണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിൽ ആഡ് ചെയ്തേക്കണം. ആഡ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് ഇൻഫർമേഷൻ വരത്തുള്ളൂ. ഇനി അതുപോലെ ടാക്സ് റിട്ടേണിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അമെന്റ്മെന്റ് ഫയൽ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മുടെ നാട്ടിൽ റിവേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പോലെ അമെന്റ്മെന്റ് ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ April 15 മുമ്പ് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്തേക്കാം. ഇത്രയാണ് ഇവിടുത്തെ ടാക്സ് റിട്ടേണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇന്ത്യയിലെ പോലെ തന്നെയാണ് പ്രോസസ്സൊക്കെ ഏകദേശം. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഐടിന്റെ കാര്യത്തിലാണെങ്കിലും ടാക്സ് ലാബിന്റെ കാര്യത്തിലാണെങ്കിലും. ഈ വർഷത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡെഡ്ലൈൻ ഏകദേശം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു 15-20 ദിവസം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ US ടാക്സ് റിട്ടേൺസ് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളവർക്കോ ഒക്കെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.